ഹലോ, BEGC 109 റൊമാനിക് ലിറ്ററേച്ചറിലെ തേർഡ് ബ്ലോക്കിലെ ഷെല്ലി കഴിഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ് കീറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം കീറ്റ്സ് എന്ന് പറയുന്നത് 1795 to 1821 അങ്ങനെ വളരെ ചെറിയ കാലയളവിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് കീറ്റ്സ്. ഷെല്ലിയെ പോലെ തന്നെ റൊമാൻറ്റിക് പോയറ്റ് എന്ന രീതിയിൽ വളരെയധികം ഓഡ്സുകൾ എഴുതി ഫേമസ് ആയ ഒരാളാണ്, റെക്കഗ്നിഷൻ കിട്ടിയ ഒരാളാണ് കീറ്റ്സ്. കീറ്റ്സിൻ്റെ ഏറ്റവും റിമാർക്കബിൾ ആയിട്ടുള്ള 4 ഓഡ്സ് ആണുള്ളത്. ഓഡ് ഓൺ മെലാങ്കലി, ഓഡ് ടു നൈറ്റിംഗിൾ, ഓഡ് ഓൺ ഗ്രേഷ്യൻ ഏൺസ് ആൻഡ് ഓഡ് ടു ഓട്ടം. അപ്പോൾ അതിൽ ഓഡ് ടു ഓട്ടമും ഓഡ് ടു നൈറ്റിംഗിലും ഓഡ് ഓൺ ഗ്രേഷ്യൻ ഏണും നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഓഡ് ഓൺ ഗ്രേഷ്യൻ ഏൺ മാത്രം ഞാൻ ഒഴിവാക്കിയിട്ട് ബാക്കി ഓഡ് ടു ഓട്ടമും ഓഡ് ടു നൈറ്റിംഗിലും ആണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അത് രണ്ടുമാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ കീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അയാളൊരു മോസ്റ്റ് സെൻഷ്യസ് പോയറ്റായിരുന്നു. അദ്ദേഹം റിച്ച് ഇൻ വേർഡ് പെയിൻറ്റിങ് സ്കിൽസിൽ മനോഹരമായിട്ട് നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതേപോലെ സെൻഷ്വൽ ഇമാജറി ആൻഡ് വേർബൽ കോയിനേജ് ആസ് വെൽ. അദ്ദേഹത്തിന് ക്ലിയറായിട്ട് അദ്ദേഹത്തിൻ്റെ വിഷൻ, അദ്ദേഹത്തിൻ്റെ പേഴ്സ്പെക്റ്റീവ്സ് എന്താണ് എന്നുള്ളത് അത് വായിക്കുന്നവരിലേക്ക് ഒരു സെൻഷ്യസ് എക്സ്പീരിയൻസിലൂടെ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഓഫ് ദ പോയംസും നറേറ്റഡ് വിത്ത് ഒബ്ജക്ട്സ് വെച്ചിട്ടാണ് അദ്ദേഹം പല പോയംസും നറേറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രേഷ്യൻ ഓൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നൈറ്റിംഗിൾ ഡിസ്കസ് ചെയ്യാം. നൈറ്റിംഗിൾ എന്ന് പറയുന്നത് അതായത് പോയറ്റ് ജീവിതത്തിലെ വളരെ ഒരു ടഫായ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു ഫോറസ്റ്റിലെ നടുവിൽ വെച്ചങ്ങാണ്ട് ഒരു നൈറ്റിംഗിളിൻ്റെ സോങ് കേൾക്കുകയാണ്. അപ്പോൾ ആ നൈറ്റിംഗിളിൻ്റെ സോങ് കേൾക്കുന്ന ആ സമയത്ത് അതുവരെ അദ്ദേഹം അനുഭവിച്ചിരുന്ന ആ ഒരു സഫറിങ്സും പെയിനും ഒക്കെ കുറച്ച് സമയത്തേക്ക് അദ്ദേഹം മറക്കുകയും അദ്ദേഹത്തിന് ഭയങ്കര റിലീഫ് തോന്നുകയും ഒരു സബ്ലിം സ്റ്റേറ്റിലേക്ക് അദ്ദേഹം ട്രാൻസാക്ഷൻ നടക്കുകയും ചെയ്യണം അദ്ദേഹത്തിൻ്റെ മൈൻഡ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നിമിഷം തോന്നുകയാണ് ഈ ഒരു നൈറ്റിംഗിളിൻ്റെ സോങ് എന്നും നിലനിന്നിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. 8 സ്റ്റാൻസാസ് ആണുള്ളത്. അപ്പോൾ ഇത് എന്നും നിലനിന്നിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അതേപോലെ ഇതിൻ്റെ ആദ്യത്തെ 4 സ്റ്റാൻസാസ് അദ്ദേഹം ഈ ബേർഡിനെ ഡിസ്ക്രൈബ് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം പല രീതിയിൽ. അവിടെ ബേർഡ് പ്രസൻ്റ് ആണ്. പിന്നീടുള്ള 4 സ്റ്റാൻഡേർഡ്സിൽ അദ്ദേഹം ബേർഡിനെ സെപ്പറേറ്റ് ചെയ്ത് ബേർഡ് അദ്ദേഹത്തിൽ നിന്നും പോയി, എന്നിട്ട് ആ ഒരു സെപ്പറേഷൻ ഫ്രം ദ ബേർഡ്, അവിടെ ബേർഡ് ആബ്സെൻ്റ് ആണ്. അങ്ങനെയാണ് ഇതിൽ 8 സ്റ്റാൻഡേർഡ്സ് വരുന്നത്. പിന്നെ അദ്ദേഹം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ആ പാട്ട് കേൾക്കുമ്പോൾ ആ നൈറ്റിംഗിളിൻ്റെ സോങ്ങിൽ അദ്ദേഹം വല്ലാതെ മതിമറക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും ഒരു നേരത്തേക്കെങ്കിലും മാറി നിന്നതായിട്ട് അദ്ദേഹത്തെ അനുഭവപ്പെടുകയും അദ്ദേഹം ആ നൈറ്റിംഗിളിൻ്റെ വേൾഡിലേക്ക് എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ അദ്ദേഹം കുറച്ച് വൈന് കിട്ടിയിരുന്നെങ്കിൽ ആ വൈന് കഴിച്ചിട്ട് ഒരു ഡ്രങ്കിനെസ് എഫക്റ്റിലൂടെ കുറച്ച് സമയം ഒരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ളൊരു ആനന്ദത്തിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒക്കെയാണ് ആദ്യത്തെ സ്റ്റാൻസാസിൽ വരുന്നത്. പിന്നെ ബേർഡ് പോയതിന് ശേഷമുള്ള തോട്ട്സാണ് പിന്നീട് വരുന്നത്. അതായത് ആ ബേർഡ് ഒരു പക്ഷേ ഇതിന് മുമ്പും ഇവിടെ വന്നിട്ടുണ്ടാവാം, അതേപോലെ ഇനി കുറേ കാലം ഫ്യൂച്ചറിലും ഇതിന് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞേക്കാം എന്നൊക്കെ പിന്നെ അദ്ദേഹം ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ലാസ്റ്റ് ഇതിൻ്റെ ഒരു മെയിൻ തീമായിട്ട് വരുന്നത് ഡെത്തും അതേപോലെ ഐസൊലേഷനും നാച്ചുറും പിന്നെ ഹ്യൂമൻ നാച്ചുറൽ റിലേഷൻഷിപ്പും പിന്നെ വരുന്നത് നത്തിങ് ഈസ് പെർമനൻറ്റ്, എവറിത്തിങ് വിൽ ചേഞ്ച് ഓർ ടെമ്പററി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു തീം, മെയിനായിട്ടുള്ള ഒരു ആസ്പെക്ട്സ് ഓഫ് ദിസ് പോയം എന്ന് പറയുന്നത് അതാണ്. എവറിത്തിങ് വിൽ ചേഞ്ച് ഇൻ അവർ ലൈഫ്, അല്ലേ? ഓരോ സെക്കൻഡും എവിടെയും നിലനിൽക്കുന്നില്ല, അങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് ഫിലോസഫിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു നമുക്ക് വിട്ട് കളഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത വായു എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ ഒന്നും നമ്മുടെ കയ്യിൽ നിലനിൽക്കുന്നില്ല, ഓരോന്നും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സറൗണ്ടിങ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സീസൺസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഒരു ഇലയെ നോക്കുകയാണെങ്കിൽ ആ ഇല പോലും പല രീതിയിൽ അത് വളരെ കിളിർക്കുന്നു, പിന്നെ അത് വലുതാകുന്നു, പിന്നെ അത് യെല്ലോയിഷ് കളറാകുന്നു, പിന്നെ അത് താഴെ പോകുന്നു, പിന്നെ വീണ്ടും പുതിയ
ഇലകളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഒന്നും എവിടെയും നിലനിൽക്കുന്നില്ല. അപ്പോൾ മനുഷ്യനാണെങ്കിലും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ, നമ്മുടെ കാലം കഴിയുമ്പോൾ അടുത്ത ആൾക്കാർ വരും. അപ്പോൾ നത്തിങ് ഈസ് പെർമനൻറ്റ്, എവറിത്തിങ് വിൽ ചേഞ്ച് ആൻഡ് ഓർ ടെമ്പററി എന്ന് തന്നെയാണ് ഇത് മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ നൈറ്റിംഗലിൻ്റെ സോങ്ങിനെ അദ്ദേഹം കുറച്ച് പുകഴ്ത്തുകയും നൈറ്റിംഗലിനെ പോലെ തന്നെ ഐ വാണ്ട് ടു ബി ഫ്ലൈ ലൈക്ക് എ നൈറ്റിംഗൽ എന്നൊക്കെ ആദ്യത്തെ കുറച്ച് സ്റ്റാൻസാസിലൂടെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും പിന്നീട് ആ ബേഡിൽ നിന്നുള്ള സെപ്പറേഷനിലൂടെ അദ്ദേഹം തിരിച്ചറിയാണ് ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സന്തോഷം മാത്രമാണ് എനിക്ക് കിട്ടിയുള്ളത് എന്നും, അതേപോലെ അത് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ്. അതായത് ദ പോയിന്റ് കൺക്ലൂഡിങ് ആൻ ആൻസറിങ് ക്വസ്റ്റ്യൻ റിഗാർഡിങ് വിത്ത് ദ റിയാലിറ്റി ഓഫ് ദാറ്റ് നൈറ്റിംഗൽ എന്നാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ആ എക്സ്പീരിയൻസ്, അദ്ദേഹം കണ്ടിട്ടില്ല നൈറ്റിംഗലിൻ്റെ ആ ഒരു സോങ്ങിൻ്റെ ആ എക്സ്പീരിയൻസ് ഇല്ലേ, ആ എക്സ്പീരിയൻസ് റിയലായിരുന്നോ അതോ അത് അദ്ദേഹത്തിൻ്റെ വെറും ഒരു ഹാലുസിനേഷൻ പോലെ അദ്ദേഹത്തിനൊരു തോന്നിയതായിരുന്നോ എന്ന രീതിയിലാണ് അത് അവസാനിക്കുന്നത്. കാരണം അതങ്ങനെ ഉണ്ടായി, അതിലൂടെ അദ്ദേഹത്തിന് കുറച്ചൊരു സമാധാനം കിട്ടി, വീണ്ടും അത് കടന്നു പോയി, അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഇതിൽ പറയുന്നത്. സോങ് ഓഫ് നൈറ്റിംഗേലിൽ വരുന്നത് അങ്ങനെയാണ്. ദെൻ ഡെത്ത്, നത്തിങ് ക്യാൻ ലാസ്റ്റ്, അതായത് പെർമനൻ്റ് അല്ല ഒരു കാര്യവും. ഐസോലേഷൻ, നാച്ചുറൽ ബ്യൂട്ടി, ടൈം ഒക്കെയാണ് ഇതിൻ്റെ തീമായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഓട്ടത്തിലേക്ക് പോകാം. ഓട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സീസണാണ് അല്ലേ. നേരത്തെ നമ്മൾ ഓട്ട് വെസ്റ്റ് വിൻഡ് നമ്മൾ പഠിച്ചതാണ്. അതിൽ ഷെല്ലി ഒരു വിൻഡ് വന്നുകാണ്ട് ഇത് ഈ കംപ്ലീറ്റ് സിനാരിയോയും മാറ്റി പുതിയ ഒരു ഹോപ്സ്, പുതിയ ഒരു പ്രതീക്ഷയുടെ ലോകം കൊണ്ടുവരും. ഇപ്പോഴുള്ള എല്ലാവിധ കറകളെയും മാറ്റി കളഞ്ഞ് പുതിയ ഒരു പ്യുവറായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലേക്ക് കൊണ്ടുവരും എന്ന രീതിയിലാണ് വെസ്റ്റ് വിൻഡിൻ്റെ തീം വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ഓടിച്ചു ഓട്ടം അദ്ദേഹം 1819 ഇതൊക്കെ എഴുതുന്നത്. കീറ്റ്സ് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ലൈൻ എന്ന് പറയുന്നത് സീസൺ ഓഫ് മിസ്റ്റ് ആൻഡ് മെലോ ഫ്രൂട്ട്ഫുൾനെസ് എന്ന രീതിയിലാണ്. അതായത് ഓട്ടം എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീസണാണ്. സ്പ്രിങ് കഴിഞ്ഞിട്ട് വരുന്നൊരു സീസണാണ് ഓട്ടം. ഈ ഓട്ടത്തിൻ്റെ കാറ്റിനൊരു പ്രത്യേകതയുണ്ട്. ഓട്ടത്തിൻ്റെ കാറ്റിന് പുതിയ പൂക്കളെ ബ്ലൂം ചെയ്യിക്കാനും അതേപോലെ തന്നെ ഫ്രൂട്ട്സിനെയൊക്കെ റൈപ്പൺ ചെയ്യിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ ഓട്ടം സീസൺ ഈസ് കമ്പയർഡ് ടു ഫീമെയിൽ ഗോഡസിനായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ദ വേൾഡ് ഓഫ് ഓട്ടം ഈസ് കമ്പയർ ടു ഗോഡസ് ഹെയർ because it has the power to bloom the flower and ripen the fruits എന്നാണ് പറയുന്നത്. ഓട്ടത്തിൻ്റെ ആ ഒരു കാറ്റിന് ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ട്. ഓട്ടം സ്റ്റേറ്റഡ് ഇൻ സെപ്റ്റംബർ കാലഘട്ടത്തിലാണ് ഓട്ടം സ്റ്റേറ്റ് ചെയ്യുന്നത്. സോ റിവറൊക്കെ നന്നായിട്ട് ഫ്ലോ ചെയ്യുന്നൊരു കാലഘട്ടമാണ്, നല്ല ശാന്തമായൊരു കാലഘട്ടമാണ്. ഓട്ടം ക്യാൻ ഗിവ് എ ന്യൂ പോസിറ്റീവ് വൈബ് ആൻഡ് എ ന്യൂ ലൈഫ് എന്നാണ് പറയുന്നത്. അതേപോലെ എൻഡിങ് സ്റ്റാൻസാസിൽ പറയുന്നത് റീകോൾസ് യു ദാറ്റ് ജസ്റ്റ് ഫോർഗെറ്റ് എബൌട്ട് ദ സോങ്സ് ഫ്രം ദ സ്പ്രിങ്സ് ആൻഡ് ഗീവ് ഫോക്കസ് ഓൺ ഓട്ടം ക്ലൗഡ്സ് ബ്ലൂം ദ സോഫ്റ്റ് ഡൈങ് ഡേ. അതായത് കഴിഞ്ഞു പോയ ആ സ്പ്രിങ്ങിൻ്റെ കാലഘട്ടമൊക്കെ മറക്കൂ, നമ്മളെ എല്ലാ ശ്രദ്ധയും ഓട്ടത്തിലേക്ക് കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. അങ്ങനെ അത്രയൊക്കെയുള്ളൂ ഓട്ടത്തെക്കുറിച്ച് പറയുന്നത്. ഇതിൽ വലിയ ഒരു മീനിങ് ഒന്നും ഈ ഓട്ടത്തിൽ കാര്യമായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. കുറച്ചുകൂടി മീനിങ് ഫുള്ളായിട്ടുള്ള പോയം എന്ന് പറയുന്നത് നൈറ്റിംഗേൽ തന്നെയാണ്, ഓഡ് ടു നൈറ്റിംഗേൽ തന്നെയാണ്.